ചോദ്യം. ഇതാണ് നമ്മുടെ എക്സ് അക്ഷം എന്ന് പറയുന്നത്, എക്സ് ആക്സിസ്. ഇതിൽ നമുക്ക് കുറച്ച് പോയിൻ്റ് എടുക്കാം. ഈ ഒരു പോയിൻ്റ് എക്സ് ആക്സിൽ ഒരു പോയിൻ്റാണ്. ഇവിടുത്തെ കോർഡിനേറ്റ് സൂചിസംഖ്യ എത്രയും ചോദിച്ചാൽ ഇത് എക്സ് അക്ഷത്തിൽ തന്നെയാണ് ഈ പോയിൻ്റ് കിടക്കുന്നത്. ഇതിൽ അപ്പോൾ 2 എന്ന് നമ്മൾ പറയും, കോമ. ഇതിൻ്റെ വൈ കോർഡിനേറ്റ് പോകുന്നത് 0ക്കാണ്. അപ്പോൾ 2 0 എന്നാണ് ഇതിൻ്റെ കോർഡിനേറ്റ് നമ്മൾ പറയുക, അല്ലേ? അതുപോലെ ഈ പോയിൻറ്റും എക്സ് ആക്സിലൊരു പോയിൻ്റാണ്. ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുകയാണെങ്കിൽ, സൂചകസംഖ്യ പറയുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് കിടക്കുന്നത് 1ൽ തന്നെയാണ്. വൈ കോർഡിനേറ്റ് പോകുന്നത് 0യിലേക്കുമാണ്, അല്ലേ? നമുക്കറിയാം എക്സ് ആക്സും വൈ ആക്സും കൂട്ടിമുട്ടുന്നത് ഒറിജിനാണ്, 0 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് പോകുന്നത് 0ക്കാണ്. ഇതും എക്സ് ആക്സിലൊരു പോയിൻ്റ് അല്ലേ? അതിനൊന്നും എഴുതി നോക്കിയാൽ നമുക്ക് എന്താ പറയും, എക്സ് -2 ആണ്. വൈ കോർഡിനേറ്റ് പോകുന്നത് 0യിലേക്കാണ്. അപ്പോൾ എക്സ് ആക്സിൽ ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. അപ്പോൾ എയുടെ ആൻസർ നമുക്ക് കിട്ടി 0. അപ്പോൾ എക്സ് ആക്സിൽ ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്താണ്? 0. ഇനി നമ്മൾ ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വൈ ആക്സിസിലെ ഏതൊരു പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്താണ്? അപ്പോൾ 2-3 പോയിൻ്റ് നമുക്ക് എടുത്ത് നോക്കാം. ഇത് എക്സ് ആക്സിലൊരു പോയിൻ്റ് അല്ലേ? ഇതിൻ്റെ കോർഡിനേറ്റ് നമ്മളിങ്ങനെ പറയുമ്പോൾ ആദ്യം നമ്മൾ പറയാം എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചകസംഖ്യ നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എക്സ് സൂചകസംഖ്യ പോണത് 0യിലേക്കാണ്. വൈ സൂചകസംഖ്യ ഏതിലാണ്? വൈ സൂചകസംഖ്യ വൈയിൽ തന്നെയാണ് ഈ പോയിൻ്റ് കിടക്കുന്നത്. ഏതിലാണ്? 2ലാണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് നമ്മൾ പറയുക 0 2 എന്നാണ്. ഇനി ഈ ഒരു പോയിൻറ്റിലെ കോർഡിനേറ്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? 0 1. എക്സ് കോർഡിനേറ്റാണ് ആദ്യം പറയുക. ഇനി താഴെയിലെ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതും വൈ എക്സിലെ ഒരു പോയിൻ്റ് തന്നെയല്ലേ? ഇതിൻ്റെ കോർഡിനേറ്റ് നമ്മളെങ്ങനെ പറയുക? എക്സിലേക്കാണ്. എക്സ് കോർഡിനേറ്റ് എന്താണ്? 0. വൈ ഏതിലാണ്? -2. അപ്പോൾ 0 -2 എന്ന് പറയും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈ ആക്സിസിലെ കുറച്ച് പോയിൻറ്റുകൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇതിൻ്റെയൊക്കെ എക്സ് കോർഡിനേറ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം എന്താണ്? 0 ആണ്. അപ്പോൾ വൈ അക്ഷത്തിലെ ഏതൊരു പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്താണ്? 0 എന്ന് ഉത്തരം കിട്ടും. മൂന്നാമത്തെ ചോദ്യം, ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്താ? ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആധാരബിന്ദു, അല്ലേ? ആധാരബിന്ദുവിൻ്റെ കോർഡിനേറ്റ് എന്താണ്? 0 0. ഒറിജിനിൽ എക്സ് കോർഡിനേറ്റും 0 ആണ്, വൈ കോർഡിനേറ്റും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 0 1 എന്ന പോയിൻറ്റിലൂടെ എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരക്കണം, അല്ലേ? ഇതാണ് നമ്മുടെ 0 1 എന്ന് പറയുന്ന പോയിന്റ്. ഇതിലൂടെ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് ഇങ്ങനൊരു വര വരച്ച് കഴിഞ്ഞാൽ ആ വരയിൽ ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എത്ര എന്നാണ് ചോദ്യം. ഇതിൽ നമുക്ക് കുറച്ച് പോയിൻറ്റുകൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് പോകുന്നത് ഇതിലേക്കാണ്? 2യിലേക്കാണ്. ഇതിൻ്റെ വൈ പോണത് ഏതിലേക്കാണ്? 1ലേക്കാണ്. ഈ പോയിൻ്റ് എടുത്തു. ഈ വരയിൽ ഈ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് പോണത് ഏതിലേക്കാണ്? 1ലേക്കാണ്. വൈ പോണതോ? 1ലേക്കാണ്. ഈ ലൈനിൽ ഇവിടെ ഒരു പോയിൻ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് പോണത് ഏതിലേക്കാണ്? -2ലേക്കാണ്. വൈ പോണത് ഏതിലേക്കാണ്? 1ലേക്കാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ലൈനിൽ ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എത്രയും പരിശോധിച്ചാൽ നമുക്ക് കിട്ടും 1 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ കിട്ടിയത്? 1 എന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ, 1 0 എന്ന് പറയുമ്പോൾ എക്സ് 1 വൈ 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, അല്ലേ? ഈ ഒരു ലൈനിലൂടെയാണ് നിങ്ങൾ ലൈന് വരക്കുന്നതെങ്കിലോ ആർക്ക്? വൈ ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരക്കാൻ പറഞ്ഞു. ഇതാണ് വൈ അക്ഷം. ഇതിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരക്കുകയാണെങ്കിൽ ഈ ലൈനിലെ ഏത് പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാം. ഇതിൽ എക്സ് പോണത് ഏതിലേക്കാ? 1ലേക്ക്. വൈ പോണത് ഏതിലേക്കാ? -2ലേക്ക്. അപ്പോൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് നമ്മൾ പറയും 1 -2. നിങ്ങൾ ഇവിടെ ഒരു പോയിൻ്റാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ എക്സ് പോണത് ഇതിലേക്ക് തന്നെയാണ്? 1ലേക്ക്. വൈ പോണതോ? -1ലേക്ക്. ഇനി മുകളിലാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ലൈനിൽ ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് പോണത് ഇതിലേക്ക് 1ലേക്ക്. വൈ പോണതോ? 2ലേക്ക്. അപ്പോൾ 1 2 എന്ന് പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഈ ലൈനിൽ ഏതൊരു പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.